ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഒരു തട്ടുകട സ്പെഷ്യലായിട്ടുള്ള പോത്തിറച്ചി കറിയാട്ടോ പ്രിപ്പയർ ചെയ്യാൻ പോണത്. അപ്പോൾ പൊറോട്ടൻ്റെ ഒന്നിച്ചും അതുപോലെ തന്നെ പത്തലിൻ്റെ ഒന്നിച്ചും എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലിനായിട്ടുള്ളൊരു പോത്തിറച്ചി കറി. അപ്പോൾ ഈ ഒരു പോത്തിറച്ചി കറി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ പോത്തിറച്ചി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ഇറച്ചി കേട്ടോ, അതാകുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാകുക. ഇനി നമ്മളിതിലേക്ക് ഒരു 2 തക്കാളി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 സവോളയും കൂടിയും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഇത്ര ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചതും, പിന്നെ ഒരു 2 or 3 പച്ചമുളക് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 1/2 ടേബിൾ സ്പൂൺ അത്ര മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ അത്ര ഉപ്പും, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അത്ര മുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ തന്നെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഈ രീതിയിൽ നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഒരു കുക്കർ എടുക്കുക. ആ കുക്കറിലേക്ക് ഈ ഒരു ബീഫ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കുക്കറിലേക്ക് തന്നെ നമ്മൾ ആവശ്യത്തിന് കണക്കായിട്ട് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 ഗ്ലാസ്സിൻ്റെ അത്ര വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നമുക്ക് നല്ല പോലെ തന്നെ വെന്ത് കിട്ടണം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. ആ ഒരു ഫ്രൈ പാനിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ അത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയോ അതില്ലാന്നുണ്ടെങ്കിൽ സവോള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 2 ഇല്ലി കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സവോള പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. എന്നിട്ട് നമ്മളിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചില്ലേ ആ ഒരു ബീഫും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കണം. നല്ല പോലെ തന്നെ വറ്റി ഡ്രൈ ആയി പോകരുത്. ഈ ഒരു സമയത്ത് നമ്മൾ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ട് എന്നാണെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ അത്ര ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവിന് കണക്കായിട്ട് 1 ടേബിൾ സ്പൂൺ അത്ര കുരുമുളക് പൊടിയും, പിന്നെ ഒരു ലേശം മല്ലിച്ചപ്പും കൂടിയും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ? എല്ലാവർക്കും അടിപൊളിയായിട്ട് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പോത്തിറച്ചി കറിയാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക. അതിൽ നമ്മളെ വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നിച്ച് കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.